കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി. കേരളത്തിലെ ജയിൽ തടവുകാർക്ക് അവരുടെ ദിവസവേതനം ഉയർത്താൻ വേണ്ടി ജയിൽ അധികൃതരിൽ നിന്ന് ഒരു ശുപാർശ സർക്കാരിന് മുമ്പിലേക്ക് വരികയാണ്. ആ ശുപാർശയിൽ പറയുന്നത് പരമാവധി 230 രൂപ വരെ ലഭിക്കുന്ന അവരുടെ ദിവസവേതനം 350 ഉയർത്തണമെന്നാണ് ശുപാർശ. ആ ശുപാർശ ലഭിച്ച് സർക്കാർ ചെയ്തത് ആ 350 എന്ന് പറയുന്ന പരമാവധി തുകയിൽ നിന്ന് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. അത് 620 രൂപ വരെ പരമാവധി അവർക്ക് ദിവസവേതനം ലഭിക്കാനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ അതിന് ശേഷം എടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഏതാനും ദിവസക്കാലമായി മാസക്കാലമായി കേരളത്തിനകത്ത് ഒരു 10 രൂപയെങ്കിലും തങ്ങളുടെ ദിവസവേതനം ഉയർത്തിക്കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ തെരുവിൽ രാവന്തിയോളം സമരം ചെയ്ത, മഴയും വെയിലും കൊണ്ട് സമരം ചെയ്ത ആശാ വർക്കർമാർ അവർക്ക് 233 രൂപ ദിവസവേതനം ലഭിക്കുന്നത് 1 രൂപയെങ്കിലും ഉയർത്തിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 200-ൽ പരം ദിവസങ്ങൾ കേരളത്തിൽ അവർ സമരം ചെയ്തത്. ആ സമരത്തെ കാണാത്ത സർക്കാർ, ആ സമരത്തെ കേൾക്കാത്ത സർക്കാർ, ആ സമരത്തോട് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത, അവർക്ക് അനുകൂലമായി ഒന്നും ചെയ്യാത്ത സർക്കാർ, ആ സർക്കാരാണ് ഇന്ന് ജയിലിൽ കഴിയുന്ന കുറ്റക്കാരായിട്ട് ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഇത്തരമൊരു സൗജന്യം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആശാ വർക്കർമാരാണെങ്കിലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ദിവസം കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് 369 രൂപയാണ്. അവരും ആശാ വർക്കർമാരുമായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള ചിലവ്, അവർക്ക് ഭക്ഷണത്തിനുള്ള ചിലവ് എല്ലാം അവർക്ക് കിട്ടുന്ന ദിവസവേതനത്തിൽ നിന്ന് കണ്ടെത്തേണ്ട ഗതികേടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഈ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ഇതെല്ലാം സൗജന്യമാണ്. അവരുടെ ഭക്ഷണം സൗജന്യമാണ്, അവരുടെ താമസം സൗജന്യമാണ്, അവരുടെ ചികിത്സ സൗജന്യമാണ്. ഇതെല്ലാം സർക്കാർ ചിലവിൽ സൗജന്യമായി കൊടുക്കുന്ന ഇടത്താണ് ഇത്രയും ഉയർന്ന ഒരു വേതനം, അവർ ആവശ്യപ്പെടാത്ത ഒരു വേതനം കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇവിടെ സർക്കാർ ആർക്കൊപ്പമാണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആർക്കൊപ്പമാണ് ഈ സർക്കാർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പമോ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാർക്കൊപ്പമോ ഈ നാട്ടിലെ ദൈനംദിനം തൊഴിലിന് പോയി തൊഴിലെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്കൊപ്പമോ അല്ല ഈ സർക്കാർ എന്ന് വളരെ വ്യക്തമാക്കുന്ന തീരുമാനമാണ് ഈ ഒരു ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർക്കാർ വേട്ടക്കാരനൊപ്പവും ഈ സർക്കാർ കുറ്റവാളികൾക്കൊപ്പവും കള്ളന്മാർക്കൊപ്പവും കൊള്ളക്കാർക്കൊപ്പവുമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു ഉത്തരവാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല മാത്രമല്ല, കൊള്ള ചെയ്യുന്ന ഈ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊപ്പം എന്നും ഈ സർക്കാർ ഉണ്ടാവുമെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.